വീടിന്റെ വാടക 1000 രൂപ പോലും തികച്ചു കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ പാലുടുന്ന കൈക്കുഞ്ഞിനെയും കൊണ്ട് അവളുടെ ഭർത്താവും മാതൃമാതാവും അന്ന് വീട് വിട്ടിറങ്ങി. കയറി കിടക്കാൻ ഒരിടം പോലും ഇല്ലാത്തവര് ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്നുള്ള അവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞു ഒരാഴ്ചക്കാലം. വിശപ്പ് ശരീരം തളർത്തുമ്പോൾ ആ പഞ്ചായത്തിലെ കുടിപ്പൈപ്പായിരുന്നു ഇവർക്ക് ഏക ആശ്വാസം. ഇങ്ങനെ പോയി കഴിഞ്ഞാല് അധികം വൈകാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നുള്ള കാര്യം അവരുറപ്പിച്ചു. എന്നാൽ തോറ്റു പിന്മാറാന് അവൾ തയ്യാറായിരുന്നില്ല. കുഞ്ഞിന്റെ മേലുള്ള ഏക സ്വർണ്ണത്തരിയായ മോതിരം അവൾ കൊണ്ടുപോയി. ഏറെ അവശനായിരുന്ന അവളുടെ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് 1000 രൂപ വെച്ചു കൊടുത്തു. ഇറച്ചിക്കടയിൽ പോയിട്ട് എല്ലില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇറച്ചി വാങ്ങിക്കൊണ്ടുവരാന് അവനോട് ഭാര്യയെ അത്രമേൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഭാര്യയോട് മറുചോദ്യം ചോദിക്കാതെ അവള് പറഞ്ഞ പോലെ അവൻ അനുസരിച്ചു. വാങ്ങിക്കൊടുന്ന ഇറച്ചികളെല്ലാം അച്ചാറുകളായിട്ട് ഭരണിയിൽ സൂക്ഷിക്കാൻ തുടങ്ങി. അവൾ പ്രായം 70 അടുത്തെങ്കിലും അതിന്റെ ശാരീരിക അസ്വസ്ഥതകളോ ഒന്നും തന്നെ പുറത്ത് കാണിക്കാതെ കഴിയാവുന്നതിന് പരമാവധി സഹായമായിട്ട് അവളുടെ വെല്ലുമ്മ അവളുടെ കൂടെ ഉണ്ടായി. എവിടെയും കേൾക്കാത്ത ബീഫ് അച്ചാറും ചിക്കൻ അച്ചാറും ഒക്കെ കച്ചവടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന്റെ പേരിൽ ഒരുപാട് പരിഹാസങ്ങൾ ആദ്യം മുതലേ അവൾക്ക് കേൾക്കേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് ചെറുകിട അച്ചാർ വ്യവസായികൾക്ക് ഇവളൊരു ഭീഷണിയായി മാറി. ഏറെ കഷ്ടപ്പാടിനൊടുവിലും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഇവരൊരു വീഴ്ചയും വരുത്തില്ല. അതായിരുന്നു ഇവരുടെ മാർക്കറ്റിംഗ്. അച്ചാറ് ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ അതിന് ഏറ്റവും അർഹത അവളുടെ വല്ലുമാക്കാണെന്ന് മനസ്സിലാക്കിയവൾ വല്ലുമാസ് എന്ന പേരിൽ അച്ചാറ് ബ്രാൻഡാക്കി മാറ്റി.